നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ, അതേ രീതിയിൽ, അതേ ആചാരത്തിൽ നടക്കുന്ന ഒരേ ഒരു ദേവാലയം ഇത് മാത്രമേ ഉള്ളൂ. 10 ദിവസം കൊടിയേറി ഉത്സവം ഭാരതത്തിൻ്റെ വെളിയിൽ നടക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ എല്ലാ 10 ദിവസവും ഗംഭീരമായ ഉത്സവം. അതുപോലെ നമുക്ക് എല്ലാ പ്രതിഷ്ഠകളും, ഉപപ്രതിഷ്ഠകൾ, ഉപദേവതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്നെല്ലാം വിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ച് അവർക്കൊരു ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ജാതിമത ഭേദമന്യേ ഇവിടെ എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഇവിടെ വന്നാൽ അവർ ഏത് മതമാണെങ്കിലും നാരായണഗുരു പറഞ്ഞ പോലെ മനുഷ്യനല്ലേ, ഒന്നല്ലേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് എല്ലാവരും ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൂസ്റ്റണിലാണ്. ഇന്നത്തെ വീഡിയോ ഹൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും അമ്പലം പണി കഴിപ്പിച്ചും അമ്പലത്തിൻ്റെ മാതൃകയും അതൊക്കെ നമുക്കിന്ന് കണ്ടു കളയാം. എൻ്റെ കൂടെയുള്ളത് ഹരി ശിവരാമൻ, ഈ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അമ്പലം ഏത് വർഷമാണ് പണി കഴിച്ചത്? എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഏറ്റവും ആദ്യം പണിത മലയാളികളുടെ അമ്പലമല്ലേ? അതെ, നമസ്കാരം. ഈ അമ്പലം നമ്മൾ 2010 ശരിക്കും ബാലാലയ പ്രതിഷ്ഠയായിട്ട് തുടങ്ങുന്നത്. ഇതിന് പുറത്തുള്ള ഹാളിൽ അവിടെയാണ് ആദ്യത്തെ ഒരു ചെറിയ കൃഷ്ണനായിട്ട് നമ്മൾ ബാലാലയ പ്രതിഷ്ഠ എന്ന് പറയും. മഹാപ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഉണ്ടായൊരു ചെറിയ 5 വർഷത്തോളം അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ 2015 കുംഭാഭിഷേകത്തോട് കൂടിയിട്ട് ഇപ്പം കാണുന്ന ഈ ബിൽഡിങ്, ഈ അമ്പലം ഉണ്ടായിരുന്നു. മലയാളികളുടെ അമേരിക്കയിൽ, നോർത്ത് അമേരിക്ക എന്നല്ല, ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഭാരതത്തിന് വെളിയിൽ മലയാള ചിട്ടയോട് കൂടിയിട്ട് മലയാള ആർക്കിടെക്ചർ, കേരള ആർക്കിടെക്ചറിലും മലയാള ക്ഷേത്ര പദ്ധതിയിലും താന്ത്രിക വിധി പ്രകാരമുള്ള ആദ്യത്തെ ക്ഷേത്രമാണ്. ആ ബിൽഡിംഗ് സ്റ്റൈലിലും ഗുരുവായൂർ അമ്പലത്തിൽ എന്തൊക്കെ നിഷ്ഠയുണ്ടോ, ഗുരുവായൂർ അമ്പലത്തിൽ എന്തൊക്കെ പൂജകളുണ്ടോ, ആ പൂജകൾ മുഴുവൻ അതേപടി നമ്മൾ നടപ്പിലാക്കുന്നു. അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മേശാന്തിയായിരുന്ന ശ്രീ ബ്രഹ്മശ്രീ കരിയന്നൂർ ദിവാകരൻ തിരുമേനിയാണ് നമ്മുടെ തന്ത്രി. അതുപോലെ അദ്ദേഹം തന്ത്രവിദ്യാപീഠത്തിലെ പ്രിൻസിപ്പളായിരുന്നു. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെയും തന്ത്രി കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് നമ്മൾ ഈ അമ്പലം കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിലുള്ള എല്ലാ ഗുരുവായൂർ അമ്പലത്തിലുള്ള എല്ലാ പ്രതിഷ്ഠകളും അതുപോലെ ആചാരങ്ങൾ, പദ്ധതികളും എല്ലാമുണ്ട്. നമുക്കിപ്പം ഏകാദശി വ്രതങ്ങൾ, അതുപോലെ ഉത്സവങ്ങൾ, 10 ദിവസം കൊടിയേറി ഉത്സവം ഭാരതത്തിൻ്റെ വെളിയിൽ നടക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ എല്ലാ 10 ദിവസവും ഗംഭീരമായ ഉത്സവം. അതുപോലെ നമുക്ക് എല്ലാ പ്രതിഷ്ഠകളും, ഉപപ്രതിഷ്ഠകൾ, ഉപദേവതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ നാഗപ്രതിഷ്ഠ, കേരളത്തിലെ പോലെ തന്നെ സർപ്പക്കാവ് ഉണ്ടായി. അപ്പം അങ്ങനെ നമ്മൾ കേരളത്തിൽ എങ്ങനെയൊക്കെ നമ്മളൊരു മലയാളി ഹിന്ദുവിന് ഏത് രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ പോകാമോ ആ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. പ്രധാനമായും 3 ഉപദേവന്മാരും ദേവതയുമാണ് നമുക്കകത്ത് ഉള്ളത്. അയ്യപ്പസ്വാമി, ഗണപതി ഭഗവാൻ, ശിവഭഗവാൻ, പിന്നെ ഭദ്രകാളി പ്രതിഷ്ഠയും അകത്തുണ്ട്. ഈ അമ്പലത്തിൽ ഗുരുവായൂരപ്പ പ്രതിഷ്ഠ വിഷ്ണു പ്രതിഷ്ഠയാണ്. ചതുർബാഹുവായ വിഷ്ണു. ഇവിടെ 3 നേരം പൂജകളാണ് ത്രികാല പൂജയായിട്ട്.
ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ, അങ്ങനെ 3 പൂജകളായിട്ടാണ് ദിവസേന നടക്കുന്നത്. ഇത് ഒരു 8 വർഷമായിട്ട് ഈ ഗുരുവായൂരപ്പ ക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെയുള്ള ഹ്യൂസ്റ്റൺ നിവാസികളുടെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമ്പലം ഇവിടെ നിലകൊള്ളുന്നത്. അത് പല രീതിയിലും ആൾക്കാർ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭക്തജനങ്ങൾ നിറയെ പേര് ഇവിടെ വന്നു പോകുന്നു. ഗുരുവായൂരപ്പൻ കൂടാതെ ഇവിടെ അയ്യപ്പനുണ്ട്. അയ്യപ്പൻ ഇവിടെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വലതുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ദിവസേന നിവേദ്യവും പൂജകളും എല്ലാം നടക്കുന്നു. മാസത്തിലൊന്ന് പൂജ ഉണ്ട്, അത് ശനിയാഴ്ച. ഇപ്പൊ മണ്ഡലമാസമായിട്ട് നമുക്കെന്നും പടിപൂജ കാര്യങ്ങൾ ഉണ്ട്. അതെ, മണ്ഡല മാസമായതുകൊണ്ട് 41 ദിവസം പൂജ ഉണ്ട്, അയ്യപ്പ പൂജ ഉണ്ട്. അതുകൂടാതെ പടിപൂജ ഇവിടെ എല്ലാ ദിവസവും 41 ദിവസവും നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഇവിടെയുള്ള ഭക്തജനങ്ങൾ അയ്യപ്പ മലയ്ക്ക് പോകാൻ പറ്റാത്തവരാണെങ്കിലും ഇവിടെ മാല ഇട്ട് ഇവിടെ തന്നെ കെട്ട് നിറച്ച്, പടിയില്ലെങ്കിലും 27-ാം തീയതി ഏകദേശം നോക്കുകയാണെങ്കിൽ 41-ാമത്തെ ദിവസം ഒരു പൂജയോട് കൂടിയിട്ട് എല്ലാം ചെയ്യുന്നതാണ്. 41-നും പിന്നെ മകരവിളക്കിനും നമുക്ക് വിശേഷം. 41-ാം മണ്ഡല അവസാനം 41-ാമത്തെ ദിവസം ഒരു മകരവിളക്കിനൊന്നും ചേർന്ന് പൂജകൾ നടക്കും. അതെല്ലാം ചെയ്യും. പുഷ്പാഭിഷേകം ചെയ്യാറുണ്ട് മകരവിളക്ക് ദിവസം. അപ്പം മോഡൽ നോക്കുകയാണെങ്കിൽ ഒരു 4 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗണപതിക്ക്. അപ്പം മോഡൽ വിശേഷമാണ്. എല്ലാ നമ്മുടെ നമ്മളെ വഴിപാടായിട്ട് ഒരു ഇത് നമ്മളെ ആളുകൾ നടത്തുന്നതാണോ? അത് നമ്മുടെ വഴിപാടായിട്ട് നടത്തുന്നതാണ്. അതെ, അമ്പലം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ചെയ്യാം. അപ്പൊ നമ്മള് രാവിലെ ഉച്ചപൂജയ്ക്ക് കഴിഞ്ഞിട്ട് നട അടയ്ക്കുന്ന ഉച്ചപൂജയ്ക്ക് മുൻപായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയ്ക്ക് മുൻപായിട്ട് ഇവിടെ അപ്പം മോഡൽ പൂജയോട് കൂടിയിട്ട് അപ്പം മൂടി അവർക്ക് പ്രസാദമായിട്ട് സമർപ്പിക്കും. പിന്നെ ഭക്തജനങ്ങൾക്ക് നമ്മളത് പ്രസാദമായിട്ട് വിനിയോഗം ചെയ്യും. കാർത്തിക വിളക്കാണ്. അപ്പൊ ചേച്ചിമാര് കാർത്തിക വിളക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഗുരുവായൂരപ്പൻ കൂടാതെ ഉപദേവതയായ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ഇവിടെ. ശാന്തസ്വരൂപിയായ ഭദ്രകാളി, അങ്ങനെയാണ് പ്രതിഷ്ഠ. ഇവിടെ നവരാത്രിയോടനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൂജകൾ 9 ദിവസം നടക്കുന്നുണ്ട്. അതുകൂടാതെ ദേവിക്ക് മുൻപിൽ മാസം വെള്ളിയാഴ്ച 30 വെള്ളിയാഴ്ച ഭഗവതി സേവ ചെയ്യാറുണ്ട്. ഇവിടെ കാർത്തിക മാസമാകുമ്പോൾ കാർത്തിക വിളക്കിന്, വൃശ്ചിക മാസത്തിലെ കാർത്തിക വിളക്ക്, ദീപാവലി എല്ലാം അനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം വിശേഷ ദിവസങ്ങളായി വിളക്ക് കയറ്റുക എല്ലാം നടക്കുന്നതാണ്. ഇവിടെ ഉപദേവനാണ് ശിവൻ. ശിവൻ എല്ലാ അമ്പലങ്ങളിലും നോക്കുകയാണെങ്കിൽ പുറത്താണ് സ്ഥിതി ചെയ്യുക. ഇവിടെ ഉള്ളിലായിട്ട് ഒരു ഉപദേവനായിട്ടാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് അവർ ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ പേര് മാധവൻപിള്ള എന്നാണ്. കഴിഞ്ഞ 51 വർഷമായിട്ട് ഹ്യൂസ്റ്റണിലെ സ്ഥിരതാമസമാണ്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ദേവാലയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ദേവാലയം ഈ രീതിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ, അതേ രീതിയിൽ, അതേ ആചാരത്തിൽ നടക്കുന്ന ഒരേ ഒരു ദേവാലയം ഇത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു ദേവാലയം ലോകത്തിന്നുവരെ
കണ്ടിട്ടില്ല. വടക്കേ അമേരിക്കയിൽ പോയാലും കാനഡയിൽ പോയാലും സൗത്ത് അമേരിക്കയിൽ പോയാലും റഷ്യയിൽ പോയാലും ചൈനയിൽ പോയാലും എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലെ ഒരു ദേവാലയം ലോകത്ത് ഇന്നുവരെ ഇല്ല. ഇനിയും ഏകദേശം 10-22 പ്രോജക്റ്റുകൾ ഇവിടെ പെൻഡിങ് ആണ്. അത് ഓരോ വർഷം ഓരോ രീതിയിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാ മാസത്തിലും 4ാമത്തെ ഞായറാഴ്ച അപ്പം മൂടലുണ്ട് ഗണപതി ഭഗവാന്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ഇന്നായിരുന്നു ആ ദിവസം. ചേച്ചിമാർ പറഞ്ഞത് 2024 എല്ലാ ദിവസവും ബുക്കിംഗ് ആയി. 25-ാം തീയതി പകുതിയോളം, 25-ാം വർഷം 25-ാമത്തെ 2025 പകുതി, ഒരു 6 മാസത്തോളം ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഭഗവാന്റെ പ്രസാദം ഐശ്വര്യമായിട്ട് അത് മേടിച്ച് കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഒരു ടെൻഷനാണ് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സും അതിനെക്കുറിച്ചൊന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു സ്കൂളുണ്ട്, ഗുരുവായൂരപ്പൻ മലയാളം ആൻഡ് റിലീജിയസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അത് 1 മുതൽ 4 വരെയുള്ള ഗ്രേഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മലയാളം ഒന്നും അറിയില്ലാത്ത കുട്ടികൾക്ക്, മലയാളത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത കുട്ടികൾക്ക് ലോവർ ഗ്രേഡ് മുതൽ അവരെല്ലാ വർഷവും ഒരു അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ ഏറ്റവും ബേസിക്കൽ മലയാളത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരെ മലയാളം പഠിപ്പിക്കുകയും അവർ 4ാമത്തെ ഗ്രേഡൊക്കെ ആകുമ്പോഴത്തേനും മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നു. പിന്നെ റിലീജിയസ്, നമ്മുടെ മതപരമായ ചടങ്ങുകളും മതപരമായ കഥകളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റിലീജിയസ് സ്കൂളും അങ്ങനെ വളരെ ഗംഭീരമായിട്ടൊരു സ്കൂളായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടെക്സാസിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഈ അമ്പലം. മലയാളി ഹിന്ദുക്കളുടെ ധാരാളം ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും പല അനുഭവങ്ങളും, അതായത് ഈ അമ്പലം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ കൃഷ്ണൻ്റെ ഒരു വലിയ അനുഭവം ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. വലിയ എക്സ്പീരിയൻസുകൾ നമുക്ക് നമ്മൾ പലരും പുറത്ത് പറയത്തില്ല, ഈ സാക്ഷ്യം പറയാമെന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അനുഭവങ്ങളുണ്ടായിട്ടുള്ള ധാരാളം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല രീതിയിലും പല ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ വളരെ പ്രത്യക്ഷമായിട്ടുണ്ട്. അതിനാണ് ഇതിൻ്റെ ഒരു ഐശ്വര്യം. ഓരോ ദിവസവും ചെല്ലുന്തോറും അമ്പലം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നു. അമേരിക്കയിൽ നിന്ന് മുഴുവൻ ഇവിടെ വന്ന് താമസിക്കുകയും ഭജനയിരിക്കുകയും 1-2 ദിവസം ഇവിടെ നിൽക്കുകയും അങ്ങനെ പോകുന്ന ഒരു വലിയൊരു കൾച്ചർ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ട്. ഹൂസ്റ്റൺ ഗുരുവായൂരപ്പൻ ക്ഷേത്രം നാട്ടിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ അതേ രീതിയിലുള്ള ഒരു പൂജകളാണ് ഇവിടെ നടക്കുന്നത്. നാട്ടിലൊരു ക്ഷേത്രം എങ്ങനെയാണോ അതേപോലെയാണ് അമേരിക്കയിൽ ഇങ്ങനെയൊരു ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രം വാസ്തുവിദ്യ ക്ഷേത്രം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നാട്ടിലെങ്ങനെയാണോ ഒരു ക്ഷേത്രം അതേ ചിട്ടവട്ടങ്ങളോട് കൂടിയുള്ള പൂജാതി കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാമാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ 2 പൂജ, വൈകിട്ട് 1 പൂജ, അങ്ങനെ 3 പൂജ, ത്രികാല പൂജയായിട്ടാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. പിന്നെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഉദയാസ്തമന പൂജകൾ, 10 ദിവസം ഉത്സവം, കൊടികയറി ആറാട്ടോടുകൂടി എല്ലാ ക്രിയകളോടും കൂടിയുള്ള ഉത്സവാദി വിശേഷങ്ങൾ എല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ നാട്ടിലെ അതേ രീതിയിൽ നടന്നു വരുന്നുണ്ട്. ഇവിടെ നാട്ടിൽ നിന്നെല്ലാം വിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ച് അവർക്കൊരു ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പിന്നെ ഇപ്പം നിങ്ങൾക്കറിയാം, ഭക്തിയുടെ ഒരു മാസമാണ്, മണ്ഡലമാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. 41 ദിവസം ഇവിടെ ഭജന എല്ലാ ദിവസവും പടിപൂജയോട് കൂടിയിട്ട് ഭജനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അയ്യപ്പ പൂജകൾ, അന്നദാനം, ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും നാട്ടിൽ എങ്ങനെയാണോ അതിലും ഭംഗിയായിട്ട് ഇവിടെ ഓരോ കർമ്മങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ ചേച്ചിയാണ്. പ്രിയ ചേച്ചി പൂജാ കമ്മിറ്റിയിലുള്ള ആളാണ്. വിദ്യ ചേച്ചി ഉണ്ട്. വിദ്യ ചേച്ചിയാണ് നമ്മുടെ ട്രഷറർ. ഒരുപാട് കാര്യങ്ങളെല്ലാം നോക്കുന്ന ആള് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിമാർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. നമ്മുടെ ഗുരുവായൂരപ്പൻ അവിടെ നാട്ടിലെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ അതേ പൂജയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പം എല്ലാവരും വന്ന് വഴിപാട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ വൃശ്ചികമായതുകൊണ്ട് അയ്യപ്പ പൂജയാണ് മെയിനായിട്ട് നടക്കുന്നത്. നമുക്ക് പടിപൂജ മണ്ഡലം മാസത്തിലെ വൃശ്ചിക മാസം മണ്ഡലമാസം, അതുകൊണ്ട് അപ്പം മെയിനായിട്ട് ഇപ്പം നടക്കുന്നത് അയ്യപ്പ പൂജയാണ്. 41 ദിവസവും വ്രതാനുഷ്ഠത്തോടെയാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് മാല ഇട്ടിട്ടുണ്ട്. 24-ാം തീയതിയാണ് അഭിഷേകം.
കുംഭാഭിഷേകം മഹാഭിഷേകം ഒക്കെ ദിവസവും ഞായറാഴ്ച കെട്ടുന്നറ കാര്യങ്ങൾ ഇല്ല, ഒരു ദിവസമേ ഉള്ളൂ. അത് 23-ാം തീയതി കെട്ടുന്നറ നടത്തിയിട്ട് 24-ാം തീയതിയാണ് മഹാഭിഷേകം, 24-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് മണ്ഡലമാസമായിട്ട് നമുക്ക് മകരവിളക്കിനൊക്കെ വലിയ പരിപാടികളാണ്. മകരവിളക്കൊക്കെ വലിയ പരിപാടിയാണ്. അതെ, വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ പൂജയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും വന്ന് ഇവിടെ ദിവസവും പടിപൂജയുണ്ട്. 41 ദിവസവും പടി കണക്ക് വെച്ചിട്ട് 18 പടി വെച്ചിട്ട് ഭജനയൊക്കെ ആയിട്ട് പടിപൂജ ചെയ്യാറുണ്ട്. വളരെ വിശേഷമാണത്. വിദ്യ ചേച്ചി ഇന്ന് ഞായറാഴ്ചയായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. മണ്ഡലകാല ആയതുകൊണ്ട് നന്നായിട്ട് വഴിപാടുകൾ പ്രധാനമായിട്ടും ആൾക്കാർ പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള വഴിപാടുകളൊക്കെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ അതേ രീതിയിലുള്ള എല്ലാ വഴിപാടുകളും കാര്യങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. എൻ്റെ കൂടെയുള്ളത് ശശിധരൻ നായർ. ഈ അമ്പലം പണി കഴിപ്പിക്കാനുള്ളൊരു കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ സാറ് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം സാറ് വേറെ എന്തെങ്കിലും പറയാമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും മലയാളികൾ, ഇപ്പം ഞാൻ ഈ ഹൂസ്റ്റണിലുള്ള മലയാളികളെയൊക്കെ വ്യക്തമായി ഭൂരിഭാഗം പേര് അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയൊരു അറിവ് അങ്ങനെ തന്നെയാണ്. എന്താണ് സാറിന് പറയാനുള്ളത് ഈ അമ്പലം പണിയാനുള്ളൊരു കാരണവും അതിലേക്ക് എത്തിത്തീരാനുള്ളൊരു കാരണവും? അത് ഞാൻ 1979 യൂണിവേഴ്സിറ്റി വരുന്നത്. 79 ഇവിടെ വന്നപ്പോൾ ഒരു വീട് വാങ്ങിച്ച് മാറി ഒരു 4 ഹിന്ദു ഫാമിലീസ് എന്നുള്ളായിരുന്നു. ഈ 4 ഹിന്ദു ഫാമിലീസ്, ഒന്ന് ഞാൻ, ഒന്ന് GK പിള്ള, ഒന്ന് നമ്മുടെ മാധവൻ പിള്ള, പിന്നെ മരിച്ചുപോയ ഒരു സോമനാഥക്കുറുപ്പ്. ഞങ്ങൾ 4 പേരും കൂടെ എൻ്റെ വീട്ടിൽ, ഞാൻ വാങ്ങിച്ച വീട്ടിൽ കൂടി നാമം ചോദിച്ച് പാല് കാച്ചിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ മാധവൻപിള്ള അഭിപ്രായപ്പെട്ടു നമുക്ക് ഇനി ഓരോ വീട്ടിൽ വെച്ച് ഒരു മാസത്തിൽ ഒരു ഭജന തുടങ്ങണം. അങ്ങനെ തുടങ്ങിയ ആ ഭജന 84 ആയപ്പോഴത്തേക്ക് 10-40 ഫാമിലിയായി. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ആളുകളെ കൊള്ളത്തില്ല അതുപോലെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നോക്കി, അങ്ങനെ ഒരു സ്ഥലം ഇവിടെ വാങ്ങിച്ചത് ശരിയായില്ല. അവസാനം ഈ സ്ഥലം അമ്പലത്തിന് വന്ന് 4 ഏക്കർ സ്ഥലമായിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ചുകൂടെ കൂടി ഇത് വാങ്ങിച്ച്, അപ്പോൾ ഇതെല്ലാം കാട് പിടിച്ച് കിടക്കാൻ. അങ്ങനെ 2008 ഇത് വാങ്ങിച്ച് അന്ന് മുതൽ ഓരോ ചെയ്ത് 2015 ഞങ്ങൾ ഈ അമ്പലം പണിതു. ആക്ച്വലി അമ്പലം പണിയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭജന നടത്താൻ ഒരു സ്ഥലം വേണം. അപ്പോൾ ഭജന നടത്താനുള്ള സ്ഥലത്തിൻ്റെ ഹോള് പണിയാനായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോഴാണ് അഭിപ്രായം വന്നത് ഒരു അമ്പലം പണിയണം. അപ്പോൾ ആരുടെ അമ്പലം പണി? നമുക്ക് 33 കോടി ദേവന്മാരുണ്ട്, അതിൽ ആരുടെയാണ്? അപ്പോഴാണ് വന്നത് ഒന്ന് ഗുരുവായൂരപ്പനും അയ്യപ്പനും. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ പേര് വന്ന് എല്ലാവരും ഗുരുവായൂരപ്പനെ തന്നെ ഇവിടെ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലം കൊള്ളാമോന്നറിയണമല്ല. ആ സ്ഥലം കൊള്ളാമോന്നറിയുന്നതിന് ഒരു വാസ്തു വേണം. അപ്പോൾ കാണിപ്പയ്യൂരിനെ വരുത്തണം. അന്ന് അത്ര വലിയ സാമ്പത്തികമൊന്നുമില്ല. എങ്ങനെയും അദ്ദേഹം ചുരുക്കി പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞ് ഒരു മാസം കാണിപ്പയ്യൂരിലൂടെ വന്നു കഴിഞ്ഞു. വന്ന് അദ്ദേഹം നോക്കിച്ച് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോക്കൂ, ഇത് ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതെല്ലാം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 2015 ഇത് അമ്പലം ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തു. ഇന്നിപ്പോൾ 2024 ആയി. ഇത്രയുമൊക്കെ ഇനി ഞങ്ങൾ ഇവിടെ മാധവൻപിള്ള ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലം ഇവിടെ ഡൊണേറ്റ് ചെയ്തു. മുമ്പായിട്ട് ഞാൻ ഇതിനൊരു വീട് കൊടുത്തായിരുന്നു. അങ്ങനെ എല്ലാവരും സഹകരിച്ച് പണിത ഒരു അമ്പലമാണിത്. ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ വരുന്നവരെല്ലാം ഇത് ഗുരുവായൂർ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു സന്തോഷമാണ്. അതാണ് ഞങ്ങളുടെ ഇതിനുള്ള ഒരു പ്രതിഫലമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലൊരു വലിയ അമ്പലത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് പറയാം. അമേരിക്കയിൽ ഉള്ള മലയാളികൾക്ക് മൊത്തം അഭിമാനകരമായ ഈ ഒരു ക്ഷേത്രമാണിത്. ആ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാന്യജനങ്ങളെയും
ഞങ്ങൾ ക്ഷണിക്കുന്നു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.